ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെയിം പ്ലേ ഒന്നുമല്ല. അപ്പോൾ നമ്മളെ അക്കൗണ്ടിൻ്റെ കളക്ഷൻസ്, അതേപോലെ പ്ലെയർ പ്രോഗ്രഷൻസ്, ഇതെല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മളെ സെറ്റിങ്സ് പോകാന്നുണ്ടെങ്കിൽ സൗണ്ട് ഒന്ന് തുറക്കട്ടെ. സെറ്റിങ്സ് പോകാണ്ട് ഓഡിയോ അല്ല, സോറി, പ്ലേ സെറ്റിങ്സ്. ഇതിൽ പോകാന്നുണ്ടെങ്കിൽ ക്ലാസിക് കളിക്കൽ, മൂവ്, അസിസ്റ്റഡ്, മീഡിയം, പിന്നെ സ്റ്റാൻഡേർഡ്, ഇതാണ് കളിക്കൽ. വലിയ ചേഞ്ച് ഒന്നുമില്ല, നോർമലാണ്. ഞാൻ ഇതിലൊന്നും കളിക്കാറില്ല, മറ്റേ എന്താ പറയുക, മാനുവലൊന്നുമല്ല. ഹൈ 60 FPS ഇതിലാണ്. ഇപ്പോൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പ്ലെയർ ടീംസ്, അതായത് പ്ലേയേഴ്സ്. ഇതെന്ന് പറയുന്നത് കുറച്ച് അടിപൊളിയാണ്. ഇപ്പോൾ ഓവറോൾ റേറ്റിങ്ങിൽ നോക്കാം. ഫസ്റ്റുള്ള ലെവൻഡോസ്കിയാണ്, കളിപ്പിക്കാറില്ല. പിന്നെ റുമ്മി ഉണ്ട്, മെസ്സി, എപ്പിക് ഉണ്ട്, പർച്ചേസ്ഡ്, നെയ്മർ ഉണ്ട്, അതേപോലെ മറ്റേ മെസ്സി ഇല്ല, അർജൻറ്റീന പെക്കില്ല. പിന്നെ അതേപോലെ റൈറ്റ് വിങ് ഫോർവേഡ് സാല, കേസ, അതേപോലെ സോൺ ഹ്യൂമിന് മൂന്നാളുണ്ട്. കേസ് താഴോട്ടാണുള്ളതെന്ന് തോന്നുന്നു. യെസ്, കേസ് ഇവിടെ ഉണ്ട്. 3 ബ്ലിറ്റ്സ് കളറും ഉണ്ട്. അതേപോലെ ഹാലൻഡ് ഉണ്ട്. ഈ കാർഡ് ഞാൻ യൂസ് ചെയ്യലില്ല ഗൈസ്, എനിക്ക് യൂസ് ചെയ്ത് സെറ്റാവുന്നില്ല ഈ കാർഡ്. കുറച്ചൊരു പണിയോ പോലെ, ഭയങ്കര ടേണിങ്, ഒരു ഭയങ്കര ഹെവി ടച്ചസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ മെസ്സിൻ്റെ ഈ ഒരു കാർഡുണ്ട്, സോൺ ഹ്യൂമിൻ ഉണ്ട്, ഡൊണാറുമ, അതൊക്കെ വിടട്ടെ. പിന്നെ ലൗട്ടാരോ മാർട്ടീനസ്, പിന്നെ കുറേ പാക്സ് ഉണ്ട് ഗൈസ്. അതേപോലെ ഇങ്ങനത്തെ പാക്സ് ഇല്ലേ, ലിവർപൂള്, അതേപോലെ മാഞ്ചസ്റ്റർ, അങ്ങനെ കുറേ പാക്സ് ഉണ്ടായില്ല. അങ്ങനെ കുറേ പാക്സ് ഉണ്ട്. അതിൽ ഇറ്റലീൻ്റെ ഈ കാർഡൊക്കെ, ഇത് മറ്റേ കറക്കി എടുക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അതിവിടെ റൊമാരിയോ, മൾട്ടീനി, വാൻ ബാസ്റ്റൻ, 3 എപ്പിക്കും ഉണ്ട്. ഇത് ഓണാക്കാൻ വിട്ടുപോയി, ഒരു മിനിറ്റ്. ഓക്കെ, 3 എപ്പിക്ക്. പിന്നെ ഡെബ്രോയിനൻ്റെ ബൂസ്റ്റർ കാർഡ് ഉണ്ട്. പിന്നെ നമ്മളെ ബ്രൂണോ, ഈ മാഞ്ചസ്റ്ററിലെ കാർഡ് ബ്രൂണോൻ്റെ. അതേപോലെ തിയാഗോ സിൽവ ഉണ്ട്. കിട്ടിയുള്ള സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ ഇങ്ങനെ ഓരോരോ കാർഡ് ഉണ്ട്. അതിലിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റിയത്, പിന്നെ വെക്കുമ്പോൾ ഒരു ഫ്രീ കാർഡ്, കോസ്റ്റക്കൊരുത്ത ഫ്രീ, ഡിലോ ഉണ്ട്, നൈസാണ്, അത്യാവശ്യം അടിപൊളിയാണ് ആൾ. പിന്നെ 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 ഇതാണിപ്പം കാർഡ് എന്ന് പറയുന്നത്. അർജൻറ്റീന പാക്ക് മാത്രം പുള്ളിക്കാരൻ മേടിച്ചിട്ടുണ്ടായില്ല. ഇത് എൻ്റെ അക്കൗണ്ടല്ല, ഞാൻ പർച്ചേസ് വാങ്ങിയതാണ്. താഴോട്ട് പ്ലേയേഴ്സ് ഉണ്ട്. ബൂസ്റ്റർ ഡാനിൽസൺ ഉണ്ട്, മറഡോണ, ബെബറ്റോ, കോള്. മറഡോണ ഫ്രീ ആണ്. പിന്നെ അൽവാരസ്, ബൂസ്റ്റർ, റോഡ്രിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യമാണ് ഈ അക്കൗണ്ട് കിട്ടിയത്. ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു, കാരണം ഈ അക്കൗണ്ട് കിട്ടിയതിന് ശേഷം യൂട്യൂബ് ചാനൽ തിരിച്ച് കുറച്ച് പവറിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സൊക്കെയാണ് മേലെയുള്ളത്. പിന്നെ അങ്ങോട്ടേക്കൊന്നും അത്ര അടിപൊളിയൊന്നും ഉണ്ടാവില്ല, അത് നോക്കണ്ട. 157 പ്ലേയേഴ്സേ ഉള്ളൂ. മാനേജർ എന്ന് പറയുന്നത് മൈക്കിൾ അർട്ടറ്റ ഉണ്ട്, അർസണലിൻ്റെ 85 പൊസിഷൻ ഗെയിം കിട്ടുന്നത്. പിന്നെ മാഞ്ചസ്റ്റർ നമ്മൾ ടെൻ ഹാഗ്, ഇതിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ലോങ് ബോൾ കൗണ്ടറാണ്, ബെസ്റ്റ് ഡിഫൻസ് കിട്ടും ലോങ് ബോൾ കൗണ്ടർ. പിന്നെ അറ്റാക്ക് നമ്മൾ കളിക്കുന്ന പോലെ ഇരിക്കും, അറ്റാക്ക് അടിപൊളിയായിരിക്കില്ല. അത് അറ്റാക്ക് അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ക്വിക്ക് കൗണ്ടർ കളിക്കേണ്ടി വരും. പിന്നെ പ്ലെയർ പ്രോഗ്രഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് മുതൽ നമുക്ക് തുടങ്ങാം. വേണ്ട പ്ലേയേഴ്സിന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മളെ റുമ്മിനെ വെച്ച് തുടങ്ങാം. ഓക്കെ, പ്ലെയർ പ്രോഗ്രഷൻ. റുമിനിക്കിൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്, ഞാൻ ഷൂട്ടിങ്ങിൽ 90 ആക്കിയിട്ടുണ്ട്, 12 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പിന്നെ കൊടുത്ത ബോൾ കൺട്രോളാണ് 89, ആ ഒരു റേഞ്ച് ആക്കിയിട്ടുണ്ട്. 81 ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം കിട്ടണം. പിന്നെ സ്പീഡിലേക്ക് ആക്സലറേഷൻ നോക്കുമ്പോൾ 93 വരെ കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെയാണ് നോക്കുന്നത്, ബാക്കിയൊന്നുമല്ല, ആക്സലറേഷനെല്ലാം ഇതിൽ നോക്കുക ഈ ഓരോ സ്കെയിലും. പിന്നെ ഇതിൽ സ്പീഡ് നോക്കും, 91 വരെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആക്സലറേഷനാണ് മെയിൻ വേണ്ടത്. സ്പീഡ് ഇപ്പോൾ ഒരു 90യും ആക്സലറേഷൻ ഒരു 99 ഒക്കെ ഉണ്ടെങ്കിൽ മതി, ധാരാളമാണ്. കാരണം ആക്സലറേഷൻ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ സ്പീഡ്, നമുക്ക് ആ സ്പീഡ് ലിമിറ്റില്ലേ, അത് ഇത്ര ടൈം കൊണ്ട് ആ ഒരു സ്പീഡിലേക്ക് എത്തണമെങ്കിൽ ആക്സലറേഷൻ വേണം. ഇപ്പോൾ ഒരു 99 സ്പീഡും ഒരു 67 ആക്സലറേഷനും ഉണ്ടെങ്കിൽ ആ 99 സ്പീഡ് എത്തണമെങ്കിൽ കുറേ ടൈം എടുക്കണം. അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ റൺ ചെയ്ത് പോകുമ്പോഴാണ് അതാണ് ആക്സലറേഷൻ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പ്ലെയറിനെ സ്പീഡ് ട്രെയിൻ ചെയ്യുമ്പോൾ ആക്സലറേഷൻ എങ്ങനെയായാലും കൂട്ടാൻ ട്രൈ ചെയ്യലുണ്ട്. റുമിക്ക് സ്പീഡൊക്കെ കുറച്ചേ കൊടുത്തുള്ളൂ, കാരണം സ്പീഡ് ആക്സലറേഷൻ ബൂസ്റ്ററിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത്രേ കൊടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ അത്യാവശ്യം ഇതിലൊക്കെ കൊടുത്തു. ഫിനിഷിങ്ങിലും പിന്നെ കിക്കിംഗ് പവറൊക്കെ വരുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിസിക്കലും കുറച്ച് 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് റുമീൻ്റെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ ഞാൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലൗട്ടാരോൻ്റെ നോക്കാം. ലൗട്ടാരോൻ്റെ പ്ലെയർ പ്രോഗ്രഷൻ ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ പോരെ. 10, 0, 5, 8, 12, 0 ഇങ്ങനെയാണുള്ളത്. അതിൽ തന്നെ 90 ഫിനിഷിങ് വരുന്നുണ്ട്,
90 സ്പീഡ്, 91 ആക്സലറേഷൻ ഇല്ലാണ്ട് എനിക്ക് കളിക്കാൻ ശരിയാവില്ല. എന്നാലേ സ്പീഡിൽ ഓടി ഉള്ളിലേക്കൊക്കെ കയറത്തുള്ളൂ. അടുത്ത നമ്മൾ മെസ്സിനെ നോക്കുമ്പോൾ മെസ്സിൻ്റെ പ്ലെയർ പ്രോഗ്രഷനിൽ 8, 9 പാസിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പാസിങ്ങും വേണം. AMF, CMF, DMF ഈ ഭാഗത്ത് DMF ഇല്ല, AMF, CMF, LMF, RMF ഒക്കെ പാസിങ് വേണം. ട്രെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് സ്പീഡ്, പാസിങ്, ബോൾ കൺട്രോൾ, ഇതാണ് 3 നോക്കും. ഫിനിഷിങ്ങിൽ വലിയ നോക്കൂല. ഫിനിഷിങ് കിട്ടുന്ന പ്ലെയറും കൂടി ആണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല, പൊളിക്കും. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ആക്സലറേഷൻ 5 കൊടുത്തിട്ടുണ്ട്. ബോൾ കൺട്രോൾ 9 കൊടുത്തിട്ടുള്ളത്. എനിക്ക് 89 ഡ്രിബിളിങ് വന്നപ്പം അതായത് 91 അങ്ങനെ വരുമല്ലോ, അതുകൊണ്ട് ഞാൻ അത്രേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ സ്പീഡ് 79 ഉള്ളൂ, പക്ഷേ ആക്സലറേഷൻ 82 ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓടിക്കരുന്നുണ്ട്. അതാണ് സ്പീഡ് കുറേ ഇട്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആക്സലറേഷനിലാണ് മെയിനായിട്ടുള്ള കാര്യമുള്ളത്. കാരണം ആ സ്പീഡ് ലിമിറ്റ് നമുക്ക് ഇത്ര ടൈമുണ്ട്. അതായത് പെട്ടെന്ന് ക്വിക്കായിട്ട് ആ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ ആക്സലറേഷനിൽ നമ്മൾ സാധനം കൂട്ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. പിന്നെ സോൺഹ്യൂമിൻ്റെ ഒക്കെ ഞാൻ ഇടുന്ന പ്ലേയേഴ്സിനെ കാണിക്കുന്നുള്ളൂ. സോൺഹ്യൂമിൻ്റെ 7, 8 പാസിങ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 70 ആകുന്ന രീതിയിൽ ഫിനിഷിങ് കൊടുത്തു. 7 ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോൾ കൺട്രോൾ 11 കൊടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കളിക്കേണ്ട പ്ലെയറാണ്. ബ്ലിറ്റ്സ് അടിക്കേണ്ട അതുകൊണ്ട് തന്നെ നല്ലോണം കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് അവനെ കൊടുത്തു. ഡബിൾ ടച്ച് ഒക്കെ ഇട്ടടിക്കേണ്ടതല്ലേ. സ്പീഡ് 90 ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സ്പീഡ് കിട്ടും. കിക്കിംഗ് പവറും അതെല്ലാം അതിൻ്റെ അപ്പുറം തന്നെ കൂടുന്നതാണ്. ഇതാണ് ഞാൻ കൊടുക്കുന്നത്. സ്പീഡ് 8, ആക്സലറേഷൻ 12ൻ്റെ രീതിയിൽ. പിന്നെ നമ്മളെ സ്നൈഡറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നൈഡറിൻ്റെ പാസിംഗ് ആണ് മെയിൻ. അതുകൊണ്ട് തന്നെ പാസിങ് 8 കൊടുത്തിട്ടുണ്ട്. 90 പാസിങ് കിട്ടും. അതിൻ്റെ അപ്പുറം ബൂസ്റ്ററും കൂടി ആകുമ്പോൾ 96 എങ്ങാണ്ടാവും ഫുള്ള് എല്ലാം കൂടിയിട്ട്. അപ്പം ഫിനിഷിങ് 79 കൊടുത്തിട്ടുള്ളൂ. അത്ര മതി. വലിയ ഇതൊന്നും വേണ്ട. എനിക്ക് AMF വലിയ ഫിനിഷിംഗ് അല്ല വേണ്ടത്, പാസിംഗ് ആണ് വേണ്ടത്. പിന്നെ ബോൾ കൺട്രോൾ 7 കൊടുത്തു. ആക്സലറേഷൻ 10 കൊടുത്തിട്ടുണ്ട്. 85 ആക്സലറേഷൻ, 80 സ്പീഡും കിട്ടും. അത്രേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഇപ്പം മെയിനായിട്ട് ആരെയാണ് കാണേണ്ടത് ഇതിൽ? കേസ. അപ്പം നല്ല പ്ലേസിനെ മാത്രമേ നോക്കുന്നുള്ളൂ. നിങ്ങൾ പ്ലെയർ പ്രോഗ്രഷൻ ഡിഫൻസിൻ്റെ ഒന്നും നോക്കിയിടണമെന്നൊന്നുമില്ല. ഓട്ടോ അലോക്കേറ്റ് കൊടുത്താൽ കുറച്ചൊക്കെ ചേഞ്ച് ചെയ്താൽ മതി സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ. ബാക്കിയൊക്കെ ഓട്ടോ അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഇത് കേസിൻ്റെ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ 92 ഫിനിഷിങ് വരുന്നുണ്ട്. കേളും 91 വരും. 88 സ്പീഡ്, 91 ആക്സലറേഷൻ. 91 ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതൽ പോലെ തോന്നിക്കോളും. 88 സ്പീഡ് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ കൂടുതലുള്ള പോലെ തന്നെ തോന്നും. കിക്കിംഗ് പവറും ഉണ്ട്. പിന്നെ സല, കേസാന്ന് തന്നെ പറയുന്നത്. സലേൻ്റെ പ്രോഗ്രഷൻ പോയിൻ്റ് 6, 6, 12, 12, 5, 0 ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിൽ ബോൾ കൺട്രോളെല്ലാം ഡ്രിബിളിങ് 93 കിട്ടുന്നുണ്ട്. പിന്നെ 90 ഫിനിഷിങ്, 89 കേള് അത്യാവശ്യം ചെയ്യും. 90 സ്പീഡ്, 94 ആക്സലറേഷൻ. അത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ ഉള്ളിക്കയറുന്നുണ്ട് സല. അതിൻ്റെ ഒരു എല്ലാ രീതിയിലുള്ളതും ഞാൻ ഗെയിം പ്ലേയിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചു വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഇത്ര ഈ പ്ലേസിൻ്റെയൊക്കെയാണ് അധികം കമൻറ്റ് ചോദിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടത്. പിന്നെ ഇപ്പം നല്ലൊരു എന്താ പറയുക, പറഞ്ഞുതരാൻ പറ്റിയ രീതിയിൽ ഞാൻ ആരും ട്രെയിൻ ചെയ്തിട്ടില്ല. അതിൽ വിൽഷെയറൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. വിൽഷെയർ അത്യാവശ്യം നല്ല കളി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ കൊടുത്തത് 1, 11, 8, 6, 10, 0. ബോൾ കൺട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡിഫൻസൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഡിഫൻസിൻ്റെ ഒന്നും 4 കൊടുത്തിട്ടുള്ളൂ. 4 കൊടുത്തിട്ടുണ്ടായിരുന്നു. 86 ആ ഒരു ലെവൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിർത്തി. പിന്നെ സ്പീഡ് 78, 79 നോക്കണ്ട, 78 നോക്കണ്ട, 79 ഉള്ളതുകൊണ്ട് തന്നെ ആ 78 പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ആക്സലറേഷനാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. എൻ്റെ ഗെയിം പ്ലേയിൽ അതാണ് വേണ്ടത്. ഇപ്പോൾ മിഡിന് കൊടുക്കുന്നതാണെങ്കിൽ ഞാൻ ഫിനിഷിങ് കുറച്ചിട്ട് പാസിങ് കൂട്ടിയിട്ട് അങ്ങനെയാണ് മിഡിനെ ട്രെയിൻ ചെയ്യുക. വിങ്ങേഴ്സിനാണെങ്കിൽ സ്പീഡ് കൂട്ടും, ഫിനിഷിങ് അത്യാവശ്യം ഒരു ആവറേജ് ലെവൽ ഫിനിഷിങ്ങും ആക്കും, പാസിങ്ങും സ്പീഡും. അതാണ് മെയിൻ. ബോൾ കൺട്രോളും ഏകദേശം ഒരു ആവറേജ് ബോൾ കൺട്രോളും കൂടി കൊടുത്താൽ എനിക്ക് ഓക്കെയാണ്. പിന്നെ ഞാൻ അങ്ങനെ ആരെയും ചേഞ്ച് ആക്കിയിട്ടൊന്നുമില്ല. ഇതിലിപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയ ബാരിയോസിൻ്റെ എല്ലാം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ്. നിങ്ങൾക്കും ഇതേപോലെ ട്രെയിൻ ചെയ്താൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് കളിക്കുമായിരിക്കും. ഞാൻ പാസിങ് 2 കൊടുത്തു. 75 പാസിങ് കിട്ടും. അപ്പം പിന്നെ ബോൾ കൺട്രോൾ അത്യാവശ്യം ഒന്ന് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാണ്. ഇതിൽ ടൈറ്റ് പൊസിഷൻ കിട്ടും, പൊസിഷനിലൊന്ന് വന്ന് നിൽക്കുന്നതായിരിക്കും ഗൈസ്, അതുകൊണ്ട് കൊടുത്തതാണ്. പിന്നെ സ്പീഡിലേക്ക് പോവാം. സ്പീഡ് 79 കൊടുത്തിട്ടുണ്ട്.
80 സംതിങ് സ്പീഡാവും, സ്പീഡല്ല ആക്സലറേഷൻ 79, 80 സംതിങ് സ്പീഡ് അതിൻ്റെ മേലെ ആവും. പക്ഷെ അത് ഞാൻ കുറച്ചിട്ട് ആക്സലറേഷൻ കുറച്ച് കൂട്ടിയിട്ട് ഇട്ടു. പിന്നെ സ്പീഡ് 76 ആണുള്ളത്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓക്കെ ആണെന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാൻ കൊടുത്തു. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് 77 അത്രേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ എനിക്ക് ഡിഫെൻസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത്രേ കൊടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ ഡിഫെൻസ് കൊടുത്തതിൻ്റാണ് ഇത് കൊടുത്തത്, ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഡിഫെൻസീവ് അവയർനെസ് 92, 88, 92, 88 എങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളി തന്നെ ആയിട്ട് നിൽക്കും. പിന്നെ ഇപ്പോൾ വേറെ ആരെയും കാണിക്കണ്ടല്ലോ അല്ലേ. കാസമിറോൻ്റെയും കൂടി കാണിച്ചു തരാം. കാസമിറോൻ്റെ പറയുന്നത് 0-0 അതൊന്നും പറയണ്ടല്ലോ. ബോൾ കൺട്രോൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം മിഡ്ഫീൽഡാണ്. എങ്ങനെയായാലും ഡിഫെൻസീവ് ആയാലും അറ്റാക്കിംഗ് ആയാലും മിഡ്ഫീൽഡാണ്. അപ്പോൾ കുറച്ചൊക്കെ ബോൾ കൺട്രോൾ വേണം, എന്നാലേ കളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയ സ്പീഡിൽ നോക്കുവാണെങ്കിൽ 76, 72 അത്യാവശ്യം ഓക്കെയാണ്. മിഡിൽ ആങ്കർമാൻ ആയതുകൊണ്ട് വലിയ സ്പീഡൊന്നും വേണ്ട, അത്യാവശ്യം ഓക്കെ ആയിട്ട് കളിച്ചോളൂ. പിന്നെ ഡിഫെൻസ് നോക്കുവാണെങ്കിൽ 90, 91 ആ ഒരു ലെവലിൽ എത്തും വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 7 കൊടുത്തു. അതേപോലെ 5 ഫിസിക്കൽ കോണ്ടാക്റ്റ് അത്യാവശ്യം 88 കിട്ടുന്നുണ്ട്, അതായത് 90 ഫിസിക്കൽ കോണ്ടാക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ അതും കൊടുത്തു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന ടീം ഇതാണ്. ടെൻ ഹാഗാണ് മാനേജർ. പിന്നെന്താ പറയാനുള്ളത്, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാൻ പ്ലെയർ പ്രോഗ്രഷൻ ചെയ്യുന്നത്, ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ സ്ക്രീൻഷോട്ടല്ല, എന്തെങ്കിലും രീതിയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 1882 റേറ്റിംഗ് ആണ്. റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 കളി നിരത്തി ഡ്രോയേഴ്സ്, 3 കളി. ഒന്ന് വോയിഡ് മാച്ച്, കളി ജയിച്ച് നിൽക്കുമ്പോൾ അതെന്തോ ആയിട്ട് പോയി. പിന്നെ 3 കളി നിരത്തി ഡ്രോ, 1 കളി പൊട്ടി, അങ്ങനെ മൈനസ്. നോക്കി, ഇത് എന്തോ ഒരു കുഴപ്പം പറ്റിയ പോലെ ഇതുണ്ടാ. ഇവിടെ നിന്ന് മുതൽ ഈ മോനെ എന്നുള്ള അത് മുതൽ അങ്ങോട്ടേക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയ പോലെയുള്ള. ജയിച്ചു പക്ഷേ ഡ്രോ ആയി, പിന്നെ പൊട്ടി, 3 കളി നിരത്തി ഡ്രോ, ഒരു വോയിഡ് മാച്ച്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വേറെ ലൈവ് കാണുമ്പോഴൊന്നും ആർക്കും ഇങ്ങനെ സംഭവിക്കുന്ന ആളില്ല. അത്യാവശ്യം കളിച്ചാലും എന്തോ ഒരുമാതിരി ഫിക്സഡ് പോലെ തോന്നും. അപ്പം അതാണ് അവസ്ഥ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പം പുതിയ കാർഡൊക്കെ വന്നിട്ടുണ്ട്, എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഫോർലാനും ടോറസൊക്കെ ഉണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.